ഗതാഗത വകുപ്പ് അനുമതി നൽകിയിട്ടും ധനവകുപ്പ് ഉടക്കിട്ടതോടെ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട 950 ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യം അനിശ്ചിതത്വത്തിലാണ്. കേരളത്തിലെ നഗരങ്ങളിൽ സർവീസ് നടത്താൻ പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതി പ്രകാരം കേന്ദ്രം അനുവദിച്ച 950 ബസ്സുകൾ സ്വീകരിക്കാൻ സമ്മതമറിയിച്ച ഗതാഗത വകുപ്പ് ഒക്ടോബർ 4-നാണ് ഇവിടുന്ന് കത്തയച്ചത്. തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ധനവകുപ്പിനെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് നടപടിയൊന്നും ഉണ്ടാകാത്തതിനാൽ ഡിസംബർ 14-ന് നടന്ന ടെൻഡർ നടപടികളിൽ കേരളം ഇടം പിടിച്ചില്ല. പദ്ധതി പ്രകാരം ബസ്സുകൾ നേടുന്നതിന് ധനവകുപ്പ് പേയ്മെൻറ്റ് സെക്യൂരിറ്റി മെക്കാനിസം ഉണ്ടാക്കണം. സർക്കാരിൻ്റെ ഗ്യാരണ്ടിയാണത്. ഇതിന് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് 83 കോടിയുടെ കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കണം. അതിൽ 48 കോടി സംസ്ഥാന വിഹിതമാണ്. ബസ്സുകൾ നൽകുന്ന കമ്പനിക്ക് വാടക വിഹിതം കൃത്യമായി നൽകുന്നതിനും വൈദ്യുതി മുടങ്ങാതെ ലഭ്യമാക്കുന്നതിനും സർക്കാർ ഗ്യാരണ്ടി ഉറപ്പാക്കാനാണ് ഈ കോർപ്പസ് ഫണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ 3975 ബസ്സുകൾ നേടിക്കഴിഞ്ഞു. കർണാടക 795 ബസ്സുകളാണ് ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടമായി 350 എണ്ണം അനുവദിച്ചു. രാജ്യത്ത് 10,000 ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിക്കുന്ന പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതി തെരഞ്ഞെടുപ്പിൽ BJP ആയുധമാക്കുമെന്ന് കരുതി ആദ്യം സംസ്ഥാന സർക്കാർ മുഖം തിരിച്ചിരുന്നു. ഇത് വാർത്തയായപ്പോഴാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു ഇടപെട്ട് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. KSRTCക്ക് കിട്ടിയാൽ നേട്ടം ഡീസൽ ചെലവിനത്തിൽ പ്രതിമാസം 25 കോടി രൂപ ലാഭിക്കാം. ഒറ്റ ചാർജിങ്ങിൽ 350 കിലോമീറ്റർ വരെ ഓടിക്കാം. കിലോമീറ്ററിന് 54 രൂപയാണ് വാടക. 22 രൂപ കേന്ദ്രം നൽകും. ഡ്രൈവറെ നിയമിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും ബസ് നൽകുന്ന സ്വകാര്യ കമ്പനിയാണ്. ചാർജിംഗ്, നികുതി, ഇൻഷുറൻസ് ചെലവുകളും അവർ വഹിക്കും. കണ്ടക്ടറെ നിയമിച്ച് ശമ്പളം നൽകേണ്ടത് KSRTCയാണ്. കിലോമീറ്ററിന് 8 രൂപയാണ് കണ്ടക്ടറുടെ വേതനം. അങ്ങനെ നോക്കിയാൽ KSRTCക്ക് ലാഭമേയുള്ളൂ. ഇത് നടപ്പാക്കുന്ന കാര്യത്തിൽ ഗണേശപിള്ളയുടെ കഴിവ് തെളിയിക്കണം. താങ്കൾക്കതിനുള്ള കഴിവുണ്ട്. ജനങ്ങളുടെ കയ്യടിയും കിട്ടും. താങ്കൾ ഗതാഗത വകുപ്പ് അടക്കി ഭരിക്കുകയല്ലേ. ഇതൊന്ന് നടപ്പാക്കി കാണിച്ചു കൊടുക്കണം.